ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ആഡ് ചെയ്യാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. ആർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഒരു പുഡിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പാലാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഈ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പ് അളവിലാണ് കോൺഫ്ലോർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൂടെ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലോട്ട് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/4 കപ്പ് അളവിലാണ് ഇപ്പോൾ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് ഒരു പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒട്ടും കട്ട ഒന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ലംസൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ ഒരു പാനിലേക്ക് അരിച്ചിട്ട് ഒഴിക്കുന്ന സമയത്ത് ആ കട്ടകളൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇവിടെ ഞാനൊരു സോസ് പാനിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഞാനൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കണ്ടില്ല, നമ്മുടെ ചെറിയ ചെറിയ ഈ ഒരു പൊടിയിലുള്ള ഈ ഒരു ലംസൊക്കെ നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ അവസാനം വരേക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരുന്നത് കാണാം കേട്ടോ. ഇനി നമുക്ക് 2-3 മിനിറ്റ് നേരം കൂടെ ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോഴേക്കും ഇതിങ്ങനെ പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ നല്ലപോലെ തന്നെ തിക്കായിട്ട് വരുന്ന സമയത്താണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു നല്ല സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഒരു 3 മിനിറ്റും കൂടെ കഴിഞ്ഞു. നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കത് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുഡിങ് സെറ്റായിട്ട് ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു മിക്സ് വേഗം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ആ പാത്രത്തിൽ കിടന്നിട്ട് തന്നെ വീണ്ടും നന്നായിട്ട് തിക്കായിട്ട് പോവും. പിന്നെ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പാത്രത്തിൽ നമ്മളിതുപോലെ ഒഴിച്ച് വെച്ചിട്ട് ലെവലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. തണുത്ത ശേഷം മാത്രമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് കേട്ടോ. ഇത് നമ്മളൊരു 5 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പുഡിങ് നല്ല കറക്റ്റ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് കൊക്കോ പൗഡർ കൂടെ അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുഡിങ് നമുക്ക് കട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്ന കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കത്തി നിങ്ങൾ ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കറക്റ്റ് പൊടിയാതെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്